2009 മുതൽ ഞാൻ ചെയ്ത പോലെ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്ത് ഞാൻ വോട്ട് ചെയ്തു. എൻ്റെ അമ്മ എൻ്റെ ഒപ്പം എല്ലാ തവണയും വന്നിട്ടുണ്ടായിരുന്നു. ഈ തവണ ഈ പുതിയ ഒരു നിയമം വന്ന ശേഷം വോട്ട് ഫ്രം ഹോം അവകാശപ്പെട്ടിട്ട് എൻ്റെ 88 വയസ്സായ അമ്മ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ വിശ്വാസമാണ്, വോട്ടും ടാക്സും ഒരു പൗരന്റെ കടമയാണ്. അതിനെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ട് ചെയ്യണം. അത് ജനാധിപത്യത്തിനെയും നമ്മുടെ രാജ്യത്തിന്റെ ഒരു അത്യാവശ്യമായ കാര്യമാണ്. അത് രണ്ടിലും ഞാനും എൻ്റെ അമ്മയും ഒരു വീഴ്ചയില്ലാണ്ട് എപ്പോഴും ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടും ഈ സ്ട്രെസ്സും ഈ തിക്കി തിരക്കിലും ഒക്കെ കാരണം ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തിൽ വോട്ട് ചെയ്യുന്നു. മറ്റേവരൊക്കെ ഈ സ്ഥലത്തിന് അവകാശപ്പെട്ടവര് വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല, അവർക്ക് പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ എന്റെ കമ്മിറ്റ്മെന്റ് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് എന്നാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം വരുമ്പോൾ തിരുവനന്തപുരം എന്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാണ്. ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ്, എനിക്ക് ഇവിടെ വോട്ടുള്ളൂ, ബാക്കി രണ്ടു പേർക്കും, അതായത് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ പന്ന്യൻ രവീന്ദ്രനും ഇവിടെ എല്ലാം വോട്ട്. അതുപോലെ ഒരു കാര്യം കൂടെ, വോട്ടും ടാക്സും ഒരു പൗരന്റെ കടമയാണ് എന്ന് പറഞ്ഞു. ടാക്സിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ അഫിഡവിറ്റ് വലിയ വിവാദമായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായ മുനയുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസമാണ് അത് പറയുന്നത്. ഇപ്പൊ ഈ ശശി തരൂർ എപ്പോഴും ഒരു ഡിപ്ലോമസിയുടെ ആളായിട്ടൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ എതിരെ നടത്തിയ പരാമർശങ്ങളൊക്കെ അതിൽ നിന്ന് കുറച്ചൊരല്പം മാറിയതായി പോയി. ഈ തെരഞ്ഞെടുപ്പ് നിരയിലുണ്ടായ പ്രതികരണമല്ല ഉണ്ടായത്.